മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങ അച്ചാറാണ്. അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ കണ്ടു നോക്കുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ മുകളിൽ ഐ ബട്ടണിലും ലിങ്ക് കൊടുത്തേക്കാം. അപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓണമൊക്കെ വരാൻ പോലെ അപ്പൊ നമ്മുടെ ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റം ആണ് അച്ചാർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഓണം സ്പെഷ്യൽ വീഡിയോ ആണ്. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കറി നാരങ്ങ അച്ചാറാണ്. ആദ്യമേ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കറി നാരങ്ങ എടുത്ത് തോല് ചെത്തി വെക്കാം. നമ്മൾ തൽക്കാലം വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടി കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കറിനാരങ്ങ എടുക്കുന്നുള്ളൂ. അങ്ങനെ തോല് കളഞ്ഞെടുത്ത കറിനാരങ്ങയിലെ ഓരോ അല്ലികളും അടർത്തി എടുത്തിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഓരോ അല്ലിയും ക്രോസ് ആയിട്ട് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ അല്ലികളും കുഞ്ഞു കുഞ്ഞി ക്രോസ് പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 10 കാന്താരി മുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പൂടെ വിതറിയിട്ട് ഇതൊരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നാരങ്ങയിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അച്ചാറിനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു വെളുത്തുള്ളി നമ്മൾ തോല് കളഞ്ഞ് ക്രോസ് ചെയ്ത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 അല്ലിയോളം ഉണ്ട്. ഇനി നമുക്ക് ഗ്യാസിലേക്ക് ഒരു ചീനിച്ചട്ടി വെച്ച് ഒന്ന് ചൂടാവാൻ വെച്ചു കൊടുക്കാം. അങ്ങനെ ചൂടായി വരുമ്പം അതിലേക്ക് കടുക് വറക്കാൻ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ലോ ടു മീഡിയം ആണ്. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ചേർക്കുന്നതിന് പകരം കടുകെണ്ണ വേണേലും ചേർക്കാവുന്നതാണ്. അങ്ങനെയുള്ളപ്പം വെളിച്ചെണ്ണയും ചേർക്കേണ്ട കാര്യമില്ല. കടുകെണ്ണ ചേർത്ത് അതിലേക്ക് വെളുത്തുള്ളിയും വറ്റൽമുളകും ഒക്കെ ചേർത്ത് സാധാ പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടൈമിൽ കേരളത്തിലെ വെളിച്ചെണ്ണയുടെ വില അത്യാവശ്യം ഹൈപ്പിലാണ്. അതുകൊണ്ട് വെളിച്ചെണ്ണയും കടുകും ചേർക്കുന്നതിന് പകരം നമുക്ക് വേണേൽ കടുകെണ്ണ ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കടുകൂട്ടന്മാരെല്ലാം നന്നായി ഒന്ന് പൊട്ടിത്തെറിച്ച് വരുമ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 3-4 വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും വറ്റൽമുളകും നന്നായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വെളുത്തുള്ളിക്ക് ഒരു ബ്രൗണിഷ് കളറൊക്കെ ആകുന്നിടം വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയൊരു പീസ് ഇഞ്ചിയോ അതേപോലെ ഒരു 2 കറിവേപ്പില ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടിയിട്ട് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ഏകദേശം ഈ ഒരു കളറിൽ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ 4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് പൊടിയുടെ പച്ചച്ചവ ഒന്ന് മാറുന്നിടം വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കായം, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ മെയിൻ ഐറ്റം ആയിട്ടുള്ള നാരങ്ങ ചേർത്ത് കൊടുക്കാം. നാരങ്ങയിൽ ഇനി നന്നായിട്ട് ഉപ്പും എരിയെല്ലാം പിടിച്ച് തിളച്ച് കുറുകി വരണം. സോ നമുക്ക് ഫ്ലെയിം മീഡിയം ആക്കി കൊടുക്കാം. നാരങ്ങയെല്ലാം പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതേ നമുക്ക് ഇതിലെ ഉപ്പൊക്കെ കറക്റ്റ് അളവിനുണ്ടോ എന്ന് നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൂടൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. സോ നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സോ ഈസി ആയിട്ട് എല്ലാവർക്കും ഓണത്തിന് ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പി ആയിരുന്നു ഇന്ന് നമ്മൾ ഷെയർ ചെയ്തത്. താല്പര്യമുള്ളവരെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക. സോ അഡ്വാൻസ് ആയിട്ട് ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയ അടിപൊളി വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ.